ജന്മങ്ങളായി ഭാഗം 81. വീണ്ടും വീണ്ടും അറിയാൻ തോന്നുവാണല്ലോ പെണ്ണെ നിന്നെ എന്ന് പറഞ്ഞ് അവൻ അവളെ അറിയാൻ തുടങ്ങി. ഇതേ സമയം സഞ്ജുവും ജിഷയും ഒരുമിച്ച് അവിടെയുള്ള ബീച്ച് റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ അവർക്കായി ഒരു പ്രൈവറ്റ് കോട്ടേജ് അവൻ ബുക്ക് ചെയ്തിരുന്നു. അതിൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കിച്ചൺ, സ്വിമ്മിംഗ് പൂൾ, ബെഡ്റൂം, ഹാൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങോട്ട്? നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, അവൾ പറഞ്ഞു. എന്തിന്? ഇന്ന് നമ്മൾ ഇവിടെയാണ്. എൻ്റെ ജിഷയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് സഞ്ജു അവളെയും കൊണ്ട് ആ ബീച്ച് റിസോർട്ടിൻ്റെ അവരുടെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി. മനോഹരമായ ഒരു പ്രൈവറ്റ് കോട്ടേജ് ആയിരുന്നു അത്. അപ്പോൾ നമ്മളിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഇന്ന് നമ്മൾ ഇവിടെയാണ്, അവൻ അവളുടെ മുഖത്ത് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. അത് കണ്ടതും അവൾക്ക് ചെറിയ പേടി തോന്നിത്തുടങ്ങി. എന്താ മോൻ്റെ ഉദ്ദേശം? അവൾ ചോദിച്ചു. ഉദ്ദേശം എനിക്ക് പലതുണ്ട്. ആദ്യം എവിടെ നിന്ന് തുടങ്ങണം എന്ന് നീ തന്നെ പറ. നിനക്ക് 2 കാര്യങ്ങളാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ഏത് ആദ്യം വേണമെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 പേപ്പറുകൾ മടക്കിയെടുത്തു. അത് അവൾക്ക് നേരെ നീട്ടി. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്തോ, അതായിരിക്കും ആദ്യം തരാൻ പോകുന്നത്. അവൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എടുത്തോളൂ, നിനക്ക് ഇഷ്ടമാകും, അവൻ പറഞ്ഞു. അവൾ വേഗം അതിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. വായിക്ക്, അവൻ പറഞ്ഞതും അവൾ അത് തുറന്നു വായിച്ചു. ഇന്ന് നിനക്കുള്ള ഫുഡ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നു, അതായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് വായിച്ചതും ജിഷ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, അവൾ പറഞ്ഞു. ഓ, അപ്പോൾ നിൻ്റെ ഫസ്റ്റ് ചോയ്സ് വേണ്ട. അപ്പോൾ നീ രണ്ടാമത്തെ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ? സഞ്ജു ചോദിച്ചു. അതെ, ഇങ്ങേരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ നല്ലത് ഞാൻ പട്ടിണി കിടക്കുന്നതാണ്, ജിഷ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് എഴുതിയിരിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അവൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. എന്നാ രണ്ടാമത്തെ നോട്ട് എടുത്ത് വായിക്ക്, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ നോട്ട് എടുത്ത് തുറന്നതും അതിൽ എഴുതിയിരിക്കുന്ന കാര്യം കണ്ട് അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. അതെ, ഇന്ന് ഇവിടെ വെച്ച് നീ എല്ലാ അർത്ഥത്തിലും സഞ്ജുവിൻ്റെ പെണ്ണായി മാറാൻ പോകുന്നു. അതായത് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്, അതല്ലേ അതിലെഴുതിയിരിക്കുന്നത്? അവൻ പറഞ്ഞതും അവൾ അതേ എന്ന് തലയാട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ആ പേപ്പർ വാങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് ഭക്ഷണം എന്തെങ്കിലും തന്നിട്ടാകാം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ എന്നതാണ്. അപ്പോൾ നീ പറയുന്നു ഭക്ഷണമൊന്നും വേണ്ട, എന്നെ മതിയെന്ന്. അവൻ ഒരു കുറുമ്പോടെ പറഞ്ഞു. അവൾ ഇല്ല എന്ന് തലയാട്ടി. എന്താ, ഇപ്പോൾ നീ പറയാതെ പറഞ്ഞതല്ലേ രണ്ടാമത്തെ കാര്യം ചെയ്യാമെന്ന്? ഭക്ഷണം അവിടെ മാറ്റിവെക്കാം, നമുക്ക് ആദ്യം നമ്മുടെ മുടങ്ങിക്കിടന്ന ആ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളുടെ ഹൃദയമെടുപ്പ് പോലും സഞ്ജുവിന് കേൾക്കാൻ പറ്റുന്നത് പോലെ അവന് തോന്നി. ഇപ്പോൾ ഈ ഹൃദയം ഇടിച്ച് പൊട്ടിപ്പോകുമല്ലോ. എന്തിനാ ഇത്ര ടെൻഷനാകുന്നത്? എന്തിനാ ഈ ഹൃദയം ഇങ്ങനെ വേഗത്തിൽ ഇടിക്കുന്നത്? അവൻ ചോദിച്ചു. അത് പിന്നെ എനിക്ക്, അവൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സഞ്ജു അവളുടെ ചുണ്ടിൽ കൈകൾ വെച്ചു. അവൾ സംസാരിക്കാതിരിക്കാൻ അവൻ ചെയ്തതാണെങ്കിലും അവളുടെ ചുണ്ടിലെ മൃദുലത, തണുപ്പ് അവൻ്റെ വിരൽ അറിഞ്ഞതും അവൻ അവളുടെ ആ ചുണ്ടിൽ പിടിച്ചു. ആ ചുണ്ട് അവൻ അവൻ്റെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് കൂട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം മുഴുവനും അവളുടെ ചുണ്ടിലായിരുന്നു. അവൻ പതിയെ അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകളൊന്ന് സ്പർശിച്ചതും അവനിൽ ഒരു പ്രത്യേക അനുഭൂതി കടന്നു പോകുന്നത് പോലെ തോന്നി.
അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായ്ക്കുള്ളിലാക്കി തുടങ്ങി. അവളുടെ ചുണ്ടുകൾക്ക് എന്തോ പ്രത്യേക രുചിയുണ്ടെന്ന് പോലും അവന് തോന്നി. അവൻ അവളുടെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തോടമർത്തി അവൻ ആ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് തന്നെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവൻ്റെ പല്ലുകൾ അവളുടെ ചുണ്ടുകളിൽ മുറിവുകൾ സമ്മാനിച്ചു. അവളുടെ വേദനയോ അവനപ്പോൾ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ദീർഘനേരത്തെ ചുംബനത്തിൽ നിന്നും അടർന്നു മാറുമ്പോൾ ജിഷ ആകെ തളർന്നു പോയിരുന്നു. നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും നീ സ്ട്രോങ് ആണെന്നും നീ മരുന്നൊന്നും കഴിക്കുന്നില്ല, എന്നിട്ടും ഞാനെന്താ നിൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നുള്ള പരാതിയെല്ലാം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു ചുംബനം പോലും തളർത്തിക്കളയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നിനക്ക് ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല എന്ന് സഞ്ജു ചെറിയൊരു ആദിയോടെ പറയുന്നത് പോലെ അവളോട് പറഞ്ഞു. അത് കേട്ടതും കുനിഞ്ഞു നിന്ന അവളുടെ മുഖം അവൾ നേരെ ഉയർത്തി അവനെ നോക്കി. അതെ ജിഷ, നിൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് നാൾ കൂടി കാത്തിരിക്കാം. ഒന്നുകൂടി ഇവിടെ നിന്ന് ചെന്നിട്ട് ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് മരുന്ന് വാങ്ങാം. പൂർണ്ണമായും നീ ഓക്കെ ആയതിനു ശേഷം മതി നമുക്ക് ഒന്നു ചേരൽ, അവൻ പറഞ്ഞു. അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അവൻ്റെ ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. ഇത്രയും നേരം വല്ലാത്ത അനുഭൂതിയിലും പ്രണയത്താലും വിവശയായിരുന്ന അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചെറുതാകുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ നേരത്തെ നിർത്തിയ ആ ചുംബനത്തിൻ്റെ ബാക്കി എന്നതുപോലെ അവൾ തുടങ്ങി വെച്ചു. അവളുടെ ദേഷ്യവും പരിഭവവും സങ്കടവും എല്ലാം അവൻ്റെ ആ ചുണ്ടിൽ തീർത്തുകൊണ്ടിരുന്നു. അവനും അവളെ തിരിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു. അവൾ ദേഷ്യവും വാശിയും എല്ലാം അവനോട് തീർക്കുമ്പോൾ അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ ബെഡിലേക്ക് വീണു. അല്പസമയത്തെ ആ ചുംബനത്തിന് ശേഷം അവൾ അവനെ വിടാൻ ശ്രമിച്ചതും അതിന് സമ്മതിക്കാതെ സഞ്ജു അവൻ്റെ ചുംബനം ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് സഞ്ജു കണ്ടു. വേദനയിലാണെന്ന് കരുതി അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ പറ്റിയേ? അവൻ ചെറിയൊരു വെപ്രാളത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ തലയണക്കി. പറയ്, എന്താ, വേദനിച്ചോ? ഞാൻ വിഷമിപ്പിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല. പിന്നെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അവൻ ആകാംക്ഷയോടും വെപ്രാളത്തോടും കൂടി അവളോട് ചോദിച്ചു. എനിക്ക് സഞ്ജുവേട്ടൻ്റെ മാത്രം ജിഷയാകണം, അവൾ പറഞ്ഞു. സഞ്ജുവിൻ്റെ മനസ്സും കണ്ണുകളും നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് വീണ്ടും അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. അതിനൊപ്പം തന്നെ അവളുടെ ശരീരത്തിലെ മൃദുലത അറിയാൻ അവൻ ആഗ്രഹിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളെയും അഴിച്ചു മാറ്റി. അതിനോടൊപ്പം തന്നെ അവനും അവൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. രണ്ടുപേരും അവരുടെ മാത്രം ലോകത്തായിരുന്നു. അവൻ ചെറിയൊരു വേദന നൽകിക്കൊണ്ട് തന്നെ സഞ്ജു അവളെ അവൻ്റെ മാത്രം ജിഷയാക്കി മാറ്റുകയായിരുന്നു. അവൻ കൊടുത്ത ആ അനുഭൂതിയിൽ അവൾ തളർന്ന് അവൻ്റെ ശരീരത്ത് തന്നെ കിടന്നു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവൻ്റെ തലോടലും ചുംബനങ്ങളും അവൾ അവനിലേക്ക് ഏറ്റുവാങ്ങി. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പ്രജീഷും അഞ്ജലിനയും ചെന്നതും ബീച്ച് റിസോർട്ടിൽ തന്നെയായിരുന്നു. ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞ പ്രജീഷ് അവളെയും കൊണ്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ അവർക്കായി അവൻ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തു വച്ചിരുന്നത്. അവിടെ അവരുടെ പ്രൈവറ്റ് ഏരിയയിലുള്ള ഭാഗത്തായിരുന്നു അവൻ അവളെ കൊണ്ടുപോയത്. അഞ്ജലീനയ്ക്ക് ചെറിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങിയെങ്കിലും അവൾ ഒന്നും അറിയാത്തതുപോലെ തന്നെ നിന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും പ്രജീഷിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ഇത്രയും ഭംഗിയായി അവളെ ഡ്രസ്സ് ചെയ്ത് അവൻ ആദ്യമായിട്ട് കാണുന്നത് പോലെ തോന്നി. എപ്പോഴും പോലീസ് യൂണിഫോമിലോ അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും അങ്ങനെ മാത്രം ധരിച്ചു കൊണ്ടിരുന്ന അവൾ ഈ വേഷത്തിൽ അതിസുന്ദരിയാണെന്ന് അവന് തോന്നി. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും, എന്താ പ്രജീഷ്, എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ ചോദിച്ചു. നിന്നെ പെണ്ണുങ്ങൾ ഇടുന്ന വേഷത്തിൽ കാണുന്നത് ആദ്യമായിട്ടല്ലേ?
അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന എൻ്റെ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ണെടുക്കാൻ തോന്നുന്നില്ല നിന്നിൽ നിന്നും, അവൻ പറഞ്ഞു. അവനിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവളിലെ സ്ത്രീയെ ഉണർത്തുന്നുണ്ടായിരുന്നു. അവളും ഇപ്പോൾ സാധാ സ്ത്രീകൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അവളും ചിന്തിക്കുന്നതായി തോന്നി. അവൻ്റെ നോട്ടവും പ്രണയാർദ്രമായ വാക്കുകളും അവളെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു സ്പൂൺ ഭക്ഷണമെടുത്ത് അവളുടെ നേരെ നീട്ടി. അവൾ സന്തോഷത്തോടെ വായ തുറന്നു ആ ഭക്ഷണം സ്വീകരിച്ചു. രണ്ടുപേരും നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പോയ അഞ്ജലീനയുടെ കയ്യിൽ അവൻ പിടിച്ചു. എങ്ങോട്ടായി പോകുന്നത്? നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണ്ടേ? അവൾ ചോദിച്ചു. പോണം, അതിന് അങ്ങോട്ടല്ല ഇങ്ങോട്ടാ പോകേണ്ടത്, അവൻ പറഞ്ഞു. അല്ല, കാർ അവിടെയല്ലേ ഇട്ടിരിക്കുന്നത്? അതെ, പക്ഷേ ഇന്ന് നമുക്ക് താമസിക്കാനുള്ള റൂം ഇവിടെയാണ്, അവൻ പറഞ്ഞു. ഇവിടെയോ? അതെങ്ങനെ? അവിടെ റൂമുള്ളതല്ലേ? അതെ, ഈ ബീച്ച് റിസോർട്ടിൽ. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നൈറ്റാണ്. വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു റൂമിലാണ് കിടന്നതെങ്കിലും ഞാൻ നിന്നെയോ നീ എന്നെയോ അറിഞ്ഞിട്ടില്ല. രണ്ട് അപരിചിതരെ പോലെ ജീവിച്ച നമ്മൾ മനസ്സുകൊണ്ടൊന്നായിരുന്നു, ചിന്തകളും ഒന്നായിരുന്നു. പക്ഷേ നമ്മുടെ ശരീരം മാത്രം ഒന്നായിട്ടുണ്ടായിരുന്നില്ല. ഇന്നിവിടെ വെച്ച് ഞാൻ പോലീസ് ഓഫീസറായ അഞ്ജലീനയെ എൻ്റെ മാത്രം അലീനയാക്കാൻ പോവുകയാണ്, അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ ഷോൾഡറിൽ ഉണ്ടായിരുന്നു. അവൻ പറയുന്ന ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ വാക്കുകളിൽ പ്രണയം അഞ്ജലീന തിരിച്ചറിയുന്നുണ്ടായിരുന്നു. തയ്യാറാണോ ഈ വക്കീലിൻ്റെ മാത്രം സ്വന്തം പോലീസുകാരിയാവാൻ? അവൻ ചോദിച്ചു. അതിന് അഞ്ജലീന ചെറിയൊരു പുഞ്ചിരിയോടെ മൗന സമ്മതം നൽകി. അവൻ അവളെയും ചേർത്ത് പിടിച്ച് അവർക്കായി ഒരുക്കിയിരിക്കുന്ന റിസോർട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ആ റൂം തുറന്നു നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു മണിയറ പോലെ തന്നെ അതിമനോഹരമായി തന്നെ അവിടെയെല്ലാം ഒരുക്കിയിരിക്കുന്നു. നിറയെ ബലൂണുകളാലും പൂക്കളാലും മനോഹരമാക്കിയ ആ മണിയറ അവൾ നോക്കി നിന്നതും അവൻ അവളുടെ പിറകിലൂടെ ചെന്ന് അവളുടെ ഷോൾഡറിൽ തലവെച്ചു. അലീന, ഇഷ്ടമായോ നിനക്ക്? അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. അവൻ അവളുടെ ഷോൾഡറിൽ നിന്നും ആ ഗൗൺ കുറച്ചു മാറ്റി അവിടെ പതിയെ ചുംബിച്ചു. അഞ്ജലീന കണ്ണുകളടച്ച് അവൻ്റെ ആ ചുംബനം സ്വീകരിച്ചു. പെട്ടെന്നാണ് അവിടെ വേദനിച്ചത്. നോക്കിയപ്പോൾ അവൻ അവളെ കടിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്ന് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ശരിക്കും പോലീസുകാരെ പോലെ. ഇത്രയും നേരം എൻ്റെ മാത്രം അലീനയായിരുന്നു, സാധാരണ ഒരു ഭാര്യ. എന്ത് പെട്ടെന്നാണ് എൻ്റെ പെണ്ണിൻ്റെ ഭാവമാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അവൻ ചോദിച്ചു. പിന്നെ ശരീരം വേദനിച്ചാൽ ആരാണെങ്കിലും ടെററാവും, അവൾ പറഞ്ഞു. ആണോ? എന്നാ നിന്നെ ഞാൻ ടെററാക്കാൻ പോവുകയാണ്. പക്ഷേ പോലീസുകാരിയുടെ സ്വഭാവം ഇവിടെ പുറത്തെടുക്കരുത്. ഇവിടെ നീ എൻ്റെ ഭാര്യ മാത്രമായി വേണം എനിക്കറിയാൻ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. അവളുടെ മുഖമെല്ലാം ചുവന്നിരുന്നു. അവളുടെ ചുവന്ന ചുണ്ടുകളും ചുവന്ന കവിളുകളും കണ്ണുകളിൽ പ്രണയം ഒളിപ്പിച്ചു നിൽക്കുന്ന അവൻ്റെ ആ പെണ്ണിനെ കണ്ടതും അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ആ പിടുത്തത്തിൽ അവളുടെ ശരീരം പൂർണ്ണമായും അവന് വിട്ടുകൊടുക്കുകയായിരുന്നു അവൾ. നിറഞ്ഞ മനസ്സോടെ അലീന പ്രജീഷിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി. അവൻ അവളെ ദീർഘചുംബനങ്ങളാലും ദീർഘമായ തലോടലുകളും നൽകി അവളെ അവൻ്റെ മാത്രം പെണ്ണിലേക്ക് എത്തിക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിയുമ്പോഴും അവളുടെ ചുണ്ടുകളിൽ അവളുടെ മുഖത്തും വീഴുന്ന നാണം അവൻ ആദ്യമായി കാണുന്ന ഒരു ഭാവത്തിൽ നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ പൊത്തി. രണ്ടുപേരും പരസ്പരം അറിയാനായി വെമ്പൽ കൊണ്ടു. അവിടെ പ്രജീഷ് എന്ന ഭർത്താവിനെ അലീന എന്ന ഭാര്യ നിറഞ്ഞ മനസ്സോടെ ശരീരവും മനസ്സും അവനിലേക്ക് സമർപ്പിക്കുകയായിരുന്നു. അവൻ കൊടുത്ത പ്രണയത്തിൻ്റെയും
കാമത്തിൻ്റെയും വേദനയിലും സുഖത്തിലും ആദ്യമായി അറിഞ്ഞ അനുഭൂതിയിലും അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നു. ഡൽഹി പോലീസിലെ വീരശൂര പരാക്രമിയായ അഞ്ജലീന എന്ന പോലീസുകാരി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പ്രജീഷ് എന്ന ഭർത്താവിൽ ഒതുങ്ങിക്കിടന്നു. എന്തുപറ്റി? എൻ്റെ IPSകാരി തളർന്നുപോയോ? അവൻ ചോദിച്ചു. പോലീസുകാരിയേക്കാൾ മേൽക്കരുത്ത് വക്കീലിനാണെന്ന് തെളിയിച്ചതല്ലേ ഞാൻ, അവൻ പറഞ്ഞു. ഇവിടെ ഞാൻ പോലീസുകാരി അല്ലായിരുന്നു, ഈ വക്കീലിൻ്റെ ഭാര്യ മാത്രമായിരുന്നു, അവൾ പറഞ്ഞു. അവൻ്റെ നെഞ്ചിൽ അവൾ ഒന്ന് അമർത്തി ചുംബിച്ചു. ഈ പെണ്ണിനെ വീണ്ടും വട്ടുപിടിപ്പിക്കുമെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. വട്ടല്ലായിരുന്നല്ലോ, ഭ്രാന്തായിരുന്നില്ലേ? കൊടും ഭ്രാന്ത്. അതെ, നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളിലേക്ക് പടർന്നു കയറുകയായിരുന്നു. അവർ 6 പേരും അവരുടെ മാത്രമായ ലോകത്തായിരുന്നു ആ രാത്രി ഒന്നു ചേർന്നു. ഇത്രയും നാളത്തെ പ്രണയവും പരിഭവവും പരാതിയും എല്ലാം അവർ ഒരുമിച്ച് പങ്കിട്ടു. രാവിലെ സൂര്യരശ്മികൾ കണ്ണിൽ പതിച്ചപ്പോഴാണ് ഭദ്ര കണ്ണ് തുറന്നത്. നിറയെ കിളികളുടെ ശബ്ദവും മറ്റും കേട്ട് അവൾ ചുറ്റും ഒന്ന് നോക്കി. അപ്പോഴാണ് തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. റൂമിൽ AC ഇട്ടിട്ടില്ലെങ്കിലും നല്ല തണുപ്പ് അവൾക്ക് തോന്നി. ആ ബ്ലാങ്കറ്റിനുള്ളിൽ പൊതിഞ്ഞു കിടക്കുന്ന ശരീരഭാഗങ്ങളിലെല്ലാം ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ബ്ലാങ്കറ്റിന് പുറത്ത് കിടക്കുന്ന തൻ്റെ കൈകൾക്കും കഴുത്തിലും മുഖത്തുമെല്ലാം തണുപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ തലയിൽ ഒന്ന് തലോടി. അവളുടെ ആ തലോടലിൽ അവൻ കുറുകിക്കൊണ്ട് ഒന്നുകൂടി അവളിലേക്ക് പറ്റിച്ചേർന്നു. ഇന്നലത്തെ സംഭവങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിൽ ഒരു നാണം തെളിഞ്ഞു. അപ്പോഴാണ് അവളുടെ മാറിൽ നനവ് അവൾ അറിയുന്നത്. സിദ്ധാർത്ഥ് അവളുടെ മാറിനെ വീണ്ടും അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണയുകയാണ് എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ മുഖം പിടിച്ച് ഉയർത്താൻ നോക്കി. എന്നാൽ അതിന് സമ്മതിക്കാതെ വീണ്ടും സിദ്ധാർത്ഥ് അവളിലേക്ക് ചേർന്നു. കണ്ണു തുറന്ന സഞ്ജു കാണുന്നത് ജിഷ അവനെ പറ്റിച്ചേർന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ കയറി കിടക്കുന്നതാണ്. അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി. അവളെ പതിയെ അവൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവിടെ നിന്നും ഒരു ടവലെടുത്ത് അവൻ ഉടുത്തു. അവളെ ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് അവളുടെ ശരീരത്തും മുഖത്തും കഴുത്തിലുമെല്ലാം അവൻ്റെ പല്ലുകളുടെ അടയാളമെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവന് ചെറിയൊരു വേദന തോന്നി. ആ സമയത്ത് തന്നെ തൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ മാത്രമാണ് ഭരിച്ചു കൊണ്ടിരുന്നത് എന്ന് അവന് തോന്നി. അവൻ ബെഡിലിരുന്ന് കൊണ്ട് പതിയെ അവളെ തലോടി. അവൻ്റെ തലോടൽ അറിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു. തന്നെ നോക്കിയിരിക്കുന്ന സഞ്ജുവിനെ കണ്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് സഞ്ജു ഏട്ടാ, അവൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ വൈഫി, അവനും വളരെ പ്രണയത്തോടെ പറഞ്ഞു. എന്തു പറ്റി? എന്താ? അവൾ അവൻ്റെ നോട്ടം കണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരുപാട് വേദനിപ്പിച്ചു അല്ലേ? അവൻ ചോദിച്ചു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ദേ, ഇവിടെയെല്ലാം നിറയെ പാടുകളാണ്, അവൻ പറഞ്ഞതും അവളൊന്ന് കൂർപ്പിച്ചു നോക്കി. എനിക്ക് വേദനയൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം എല്ലാവരും കാണുമല്ലോ എന്നോർക്കുമ്പോൾ ചെറിയൊരു ചമ്മലുണ്ട്, അവൾ പറഞ്ഞു. അതാണോ? അത് കാര്യാക്കണ്ട, ഇന്ന് നിന്നെ കളിയാക്കാൻ ആർക്കും നാവ് പൊങ്ങില്ല, അവൻ പറഞ്ഞു. അതെന്താ? അത് നാളെ രാവിലെ അറിയാം, അവൻ പറഞ്ഞു. അതെന്താ നാളെ? നമ്മൾ നാളെയല്ലേ ഇനി അവരെ കാണൂ, അപ്പോൾ കാണാം, അവൻ പറഞ്ഞു. നാളെയോ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ അടുത്തുണ്ടായിരുന്നിട്ടും എൻ്റെ പെണ്ണിനെ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നില്ലേ? അതങ്ങ് തീർക്കാമെന്ന് കരുതി. ഞാൻ മാത്രമല്ല, എല്ലാവരും അവരുടെ പരാതി തീർക്കാനുള്ള ശ്രമത്തിലാണ്, അവൻ പറഞ്ഞു. അത് കേട്ടതും ജിഷയുടെ ചുണ്ടിൽ ഒരു നാണം കലർന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. ഇന്നലത്തെ ആദ്യത്തെ നിനക്കുള്ള സമ്മാനം അതായിരുന്നു. പക്ഷേ നിനക്ക് ഭക്ഷണം വേണ്ട, എന്നെ മതിയെന്ന് പറഞ്ഞു. എന്തായാലും വിശപ്പ് മാറ്റിയില്ലേ ഞാൻ ഇന്നലെ? അവൻ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ ബ്ലാങ്കറ്റ് കൊണ്ട് അവളുടെ മുഖം മറച്ചുകൊണ്ട് കിടന്നു.
അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. പ്രജീഷിൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു. അഞ്ജലീന നല്ല ഉറക്കം തന്നെയാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താൻ അവളെ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങി. അവൾക്കുള്ള കോഫിയുമായിട്ട് അവൻ ബെഡിലേക്ക് വന്നു. അവളും ബ്ലാങ്കറ്റിനുള്ളിൽ കിടക്കുന്നത് കണ്ടതും അവൻ അവളെ പതിയെ തട്ടി വിളിച്ചു. കണ്ണുകൾ തുറക്കാൻ പോലും പറ്റാത്ത അത്രയും ക്ഷീണത്തോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ആവി പറക്കുന്ന കോഫിയുമായി നിൽക്കുന്ന പ്രജീഷിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് അവൻ പറഞ്ഞു. അവളും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഈ കോഫി കുടിക്ക്, ക്ഷീണമൊന്നും മാറട്ടെ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പ്രജീഷിന് ഒരു ക്ഷീണവും ഇല്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ ക്ഷീണിച്ചാലേ ഇന്നത്തെ ദിവസം മുഴുവനും വെറുതെ പോകില്ലേ? പിന്നെ പോലീസുകാരിക്ക് ഞാൻ വിചാരിച്ച അത്ര സ്റ്റാമിനയില്ല അവൻ പറഞ്ഞു. അവൾ ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. എഴുന്നേറ്റിരുന്ന് ഈ കോഫി കുടിക്ക് അവൻ പറഞ്ഞു. അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേക്കാൻ പോയപ്പോഴാണ് അവൾ ബ്ലാങ്കറ്റിനുള്ളിൽ പൂർണ്ണ നഗ്നയാണെന്ന് കാര്യം മനസ്സിലായത്. അവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അവൻ ചിരിച്ചു. നാണിക്കണ്ട, ഇനി എൻ്റെ മുന്നിൽ ഒരു നാണവും വേണ്ട അവൻ പറഞ്ഞു. അവൾ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞു തന്നെ ബെഡിലേക്ക് ചാരിയിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു. ആ കോഫി അവൾക്ക് അടുത്തേക്ക് നീട്ടി. അവൾ അത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചതും ചൂടുള്ള കോഫി ഉള്ളിലേക്ക് ചെന്നപ്പോൾ നല്ല എനർജി പോലെ അവൾക്ക് തോന്നി. ഇന്ന് എഴുന്നേൽക്കുന്നില്ലേ? ബെഡിൽ തന്നെ കിടക്കാനാണ് പരിപാടി? ബെഡിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത്. പക്ഷേ ആദ്യം ഒന്ന് ഫ്രഷായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത അംഗം അവൻ പറഞ്ഞു. രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. ആ ഒരു ദിവസം മുഴുവനും അവർ പരസ്പരം മനസ്സിലാക്കിയും പ്രണയിച്ചും അവരുടെ ഭാര്യമാരെ സന്തോഷിപ്പിച്ചു. ആ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായി അവർ 6 പേരും നെഞ്ചിലേറ്റി. പിറ്റേ ദിവസം രാവിലെയാണ് അവർ 3 കൂട്ടരും തിരിച്ച് അവരുടെ റിസോർട്ടിലേക്ക് എത്തിയത്. അമ്മമാരും അച്ഛന്മാരും സിംഗപ്പൂരുള്ള ഏകദേശം എല്ലാ അമ്പലങ്ങളും സന്ദർശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മക്കളില്ലാത്തത് കൊണ്ട് അവരും അവരുടെ ഈ ലൈഫ് വെക്കേഷൻ പോലെ എൻജോയ് ചെയ്യുകയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ലൈക്കും കമൻസൊക്കെ കുറഞ്ഞു വരികയാണേ. ഒട്ടും തന്നെ ലൈക്കും കുറയ്ക്കേണ്ട, കമൻസും കുറയ്ക്കേണ്ട, സബ്സ്ക്രൈബ് ഒട്ടും കുറയ്ക്കേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.